സംസ്ഥാനങ്ങൾക്ക് ആസൂത്രണത്തിലോ നടത്തിപ്പിലോ ഒരു കാര്യവുമില്ല. ആകെ നടക്കുന്ന പണി ഡേറ്റ പുറത്തുവിടൽ മാത്രമാണ്. നീതി ആയോഗിന്റെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പ്രധാനപ്പെട്ട ആരോപണം ഇതായിരുന്നു. മമത പങ്കെടുത്ത ശേഷം ഇറങ്ങിപ്പോവുകയായിരുന്നുവെങ്കിൽ 10 മുഖ്യമന്ത്രിമാർ ആ വഴിക്ക് പോയതുപോലുമില്ല. കേരളവും തമിഴ്നാടും മാത്രമല്ല, NDA ഭരിക്കുന്ന ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറും എത്തിയില്ല. നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനമാണ് കാരണമായി ചൂണ്ടിക്കാണിച്ചതെങ്കിലും നീതി ആയോഗിനെ അവസരം കിട്ടുമ്പോഴൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുള്ളയാളാണ് നിതീഷ് കുമാർ. എന്താണ് സംസ്ഥാനങ്ങളുടെ നീതി ആയോഗ് ബഹിഷ്കരണം നൽകുന്ന സന്ദേശം? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. സംസ്ഥാനങ്ങളോട് അനീതിയോ? ഇല്ലാതായ ആസൂത്രണ കമ്മീഷന് ഒരു വലിയ പോരായ്മയുണ്ടായിരുന്നു. വേഗമില്ല എന്നതായിരുന്നു അത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ P. ചിദംബരം മാത്രമല്ല, കമ്മീഷൻ ചെയർമാനായിരുന്ന മൊണ്ടേക് സിംഗ് അലുവാലിയയും അത് പറഞ്ഞിട്ടുണ്ട്. ധനമന്ത്രിയും പിന്നീട് രാഷ്ട്രപതിയുമായ പ്രണബ് മുഖർജിയും ആസൂത്രണ കമ്മീഷനിലെ ചുവപ്പ് നാടയ്ക്ക് കടുംകെട്ടാണ് എന്ന് അഭിപ്രായപ്പെട്ടയാളാണ്. സാമ്പ്രദായിക രീതിയിലെ നീങ്ങൂ എങ്കിലും ആസൂത്രണ കമ്മീഷന് വലിയൊരു മികവുണ്ടായിരുന്നു. 100% സുതാര്യമായിരുന്നു എന്നതായിരുന്നു ആ മേന്മ. ജനസംഖ്യ ആനുപാതികമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ വിഹിതം അന്ന് കിട്ടിയിരുന്നു. അതിനപ്പുറം നൽകിയിരുന്നപ്പോഴൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും ഉണ്ടാക്കി. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മുന്നേറിയ കേരളത്തിന് വിഹിതം അനുവദിക്കുമ്പോൾ പിന്നാക്കം നിൽക്കുന്ന ബീഹാറിന് സഹായമായിരുന്നില്ല നൽകിയിരുന്നത്. കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിഹിതമായിരുന്നു. ആസൂത്രണ സമിതി ഇല്ലാതായതോടെ രാജ്യത്തെ സാമൂഹിക സ്ഥിതിയിൽ എന്ത് മാറ്റമുണ്ടായി? നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ പഠനത്തിൽ ഒരു തലക്കെട്ട് തെറിച്ചു നിൽപ്പുണ്ടായിരുന്നു. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന സൂചികയാണത്. രാജ്യത്ത് ഇപ്പോഴുള്ള ദാരിദ്ര്യം ബഹുതലാഘാതം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് ആ സൂചിക കാണിച്ചു തന്നത്. ഭക്ഷണം ഇല്ല എന്ന കാര്യത്തിൽ മാത്രമല്ല ദാരിദ്ര്യം. പോഷകാഹാരക്കുറവ്, ശിശുമരണ നിരക്ക്, സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്ന നിരക്ക്, പാചകവാതക ലഭ്യത, വൈദ്യുതി ഇല്ലായ്മ, ബാങ്ക് അക്കൗണ്ട് ഇല്ലായ്മ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബഹുതല ആഘാത സൂചികയിൽ പരിഗണിക്കപ്പെടുന്നവയാണ്. ഈ മാനദണ്ഡങ്ങളുടെ ശരാശരി 0.033 മുകളിലാണെങ്കിൽ ഒട്ടും ആശ്വാസകരമല്ല കാര്യങ്ങൾ. കേരളവും തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ 0.033 താഴെയാണ്. എന്നാൽ ഗുജറാത്ത് ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ 0.34 മുതൽ 0.64 വരെയുള്ള അപകട നിലയിലാണ്. മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ കൂടുതൽ അപകടകരമായ 0.065 മുതൽ 0.096 വരെയുള്ള സൂചികയിലുണ്ട്. ഉത്തർപ്രദേശ് 0.97 മുതൽ 0.127 വരെയുള്ള ചുവപ്പ് രാശിയിലും, ബീഹാറും ഛത്തീസ്ഗഡും ഒക്കെ 0.128 മുകളിൽ അതീവ ഗുരുതര നിലയിലാണ്. ബഹുതലാഘാതം ഉണ്ടാക്കുന്ന ദാരിദ്ര്യത്തിന്റെ വിതരണത്തിൽ ഒരു മാറ്റവും വന്നില്ല എന്നു തന്നെയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. യോഗി ആദിത്യനാഥ് കേരളത്തിലെ ആശുപത്രികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒക്കെ വല്ലാതെ ഇകഴ്ത്തുന്നയാളാണ്. ഇവിടുത്തെ സൂചികകളിലെ നേട്ടങ്ങളൊക്കെ തട്ടിപ്പാണെന്ന് പറയാറുമുണ്ട്. പക്ഷേ BJPയുടെ മസ്തിഷ്ക ശിശുവായ നീതി ആയോഗ് വന്ന് 10 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാനങ്ങളുടെ തലയിലെഴുത്ത് മാറുന്നില്ല. കേരളത്തിലെ ജനസംഖ്യയുടെ 2.6% മാത്രമാണ് ദാരിദ്ര്യത്തിലുള്ളവരെങ്കിൽ ഉത്തർപ്രദേശിൽ അതിപ്പോഴും 16.95%. കേരളത്തിൽ 2015 മുതൽ 2019 വരെയുള്ള 4 വർഷം കൊണ്ട് 55,239 പേർ ദാരിദ്ര്യ പട്ടികയിൽ പുറത്തെത്തി. ശിശുമരണ നിരക്ക് കേരളത്തിൽ 0.2 മാത്രമാണെങ്കിൽ ഉത്തർപ്രദേശിൽ അതിപ്പോഴും 4.97%. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശും ബീഹാറും മെച്ചപ്പെടാത്തത്? ഉത്തരം ഒന്നേയുള്ളൂ: വികസനം അവിടെയുള്ള സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഭരിക്കുന്ന സർക്കാരുകളുടെ നയങ്ങൾക്കും അപ്പുറം ആസൂത്രണ കമ്മീഷന് ഒരു രൂപരേഖയുണ്ടായിരുന്നു. പദ്ധതികളും പണവുമൊക്കെ സർക്കാർ തീരുമാനിക്കുമെങ്കിലും അത് ഓരോ സംസ്ഥാനത്തും എങ്ങനെ വിതരണം ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്.
മുൻഗണനകൾ കണ്ടെത്തി സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികൾ നിർദ്ദേശിച്ചിരുന്നതും ആസൂത്രണ കമ്മീഷൻ തന്നെയാണ്. എന്നാൽ നീതി ആയോഗ് വന്നതിനു ശേഷം പദ്ധതി നടത്തിപ്പിന്റെ ഏക മാനദണ്ഡം അത് ബജറ്റിൽ ഉൾപ്പെടുക എന്ന് മാത്രമായി. എയിംസ് ഏതു സംസ്ഥാനത്ത് വേണമെന്നും വന്ദേ ഭാരത് ഏത് റൂട്ടിൽ ഓടിക്കണമെന്നും വ്യവസായ പാർക്കുകൾ എവിടെയൊക്കെ ആരംഭിക്കണമെന്നുമൊക്കെ സർക്കാരിന് തീരുമാനിക്കാം. സർക്കാരിന്റെ ആ തീരുമാനം നടപ്പാക്കാനുള്ള റിപ്പോർട്ട് നീതി ആയോഗ് നൽകും. ഇതോടെ അട്ടിമറിക്കപ്പെട്ടത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ കൂടിയാണ്. എല്ലാ താലൂക്കിലും ജില്ലാ നിലവാരമുള്ള ആശുപത്രി എന്നൊരു മാനദണ്ഡം നീതി ആയോഗ് പ്രഖ്യാപിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? താലൂക്ക് ആശുപത്രികളെല്ലാം മികച്ച നിലവാരത്തിലുള്ള കേരളത്തിന് ആരോഗ്യരംഗത്തേക്ക് ₹1 പോലും കിട്ടില്ല. ഇവിടെ താലൂക്ക് ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമാനമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. അത് കാണാൻ നീതി ആയോഗിന് കണ്ണില്ല താനും. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും MK സ്റ്റാലിനും സിദ്ധരാമയ്യയും രേവന്ത് റെഡ്ഡിയും ഹേമന്ത് സോറനും നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഇറങ്ങിപ്പോന്ന മമതയ്ക്കും ഒന്നും കിട്ടില്ല. സമ്പൂർണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞ സംവിധാനമാണ് ഇന്ന് നീതി ആയോഗ്. നിപ പിടിക്കപ്പെടുന്ന ഒരു നാടിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് പോലെ പനിക്കുള്ള പാരസെറ്റാമോൾ അല്ല വേണ്ടത് എന്നെങ്കിലും തിരിച്ചറിയുന്നില്ലെങ്കിൽ നീതി ആയോഗ് നിഷ്ഫലം തന്നെയാണ്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.